ഹലോ സർ. സാറിൻ്റെ പേരെന്താണ്? സാറാണ് ഇവിടുത്തെ ഓണർ, കുന്നത്തൂർ മനയുടെ ഓണറാണ്. സാറിൻ്റെ മോളും ഇവിടെ നമ്മുടെ കൂടെ ഉണ്ട്. അകത്തെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലേ? ഓക്കെ, താങ്ക് യു സർ. നാടൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്തൊക്കെയാ? നാടൻ പാട്ടും നാടൻ വിഭവങ്ങളും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ഇത് രണ്ടുമാണ്. ഓക്കെ, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ചേട്ടൻ്റെ പേരെന്താ? സുധീഷ് ചേട്ടനാണ്. ചേട്ടൻ നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ഇടിച്ചു പിഴിഞ്ഞ പായസമാണ്. എന്നെ ഇടിക്കുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ നമുക്ക് നോക്കാം. നമ്മുടെ കൂടെ പായസം മാത്രമല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. പായസത്തിൻ്റെ കൂടെ നമ്മൾ വേറെ കുറേ സാധനങ്ങൾ ചേർക്കുന്നുണ്ട്. നാടൻ പാട്ട് ചേർക്കുന്നുണ്ട്. പാചകത്തിലേക്ക് ആദ്യം കടക്കാം. ചേട്ടൻ, ഇന്ന് എന്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്? ഇടിച്ചു പിഴിഞ്ഞ പായസം. ഇത് എന്താണ് ഈ ഇടിച്ചു പിഴിഞ്ഞ പായസം? ഇടിച്ചു പിഴിഞ്ഞ പായസം എന്ന് പറഞ്ഞാൽ പകുതി അരി ഉണങ്ങല്ലരി, പകുതി പരിപ്പ്. പകുതി ഉണങ്ങൽ അരി, അതും കുറച്ച് പരിപ്പ്. ചെറുപയർ പരിപ്പ്. ചെറുപയർ പരിപ്പ് അതിവിടെ ഉണ്ട് കുറച്ച്. ഇതാണത്, ചെറുപയർ പരിപ്പ്. പിന്നെ ഉണങ്ങലരി, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി വറുത്തത്. ഓക്കെ, അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ കുറെ. ഏലക്കായ പൊടിച്ചത്. പിന്നെ ഏലക്കായ എല്ലാ പായസത്തിലും ഉള്ളൊരു സാധനമാണല്ലോ. ഇതൊക്കെ ആക്ച്വലി എല്ലാ പായസത്തിലുള്ള സാധനങ്ങൾ തന്നെയാണ് അല്ലേ? അത് നെയ്യില്, അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യില് വറുത്തെടുത്തിട്ട് വെക്കുക. ഓക്കെ, ഏലക്കായ പൊടിച്ച് വെക്കുക. ഇപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? പക്ഷെ അതിന് മുമ്പ് നമുക്ക് ഇവരെ കൊണ്ട് ഒരു പാട്ടൊക്കെ പഠിപ്പിക്കണ്ടേ? ഒരു സിറ്റുവേഷണൽ ഒരു പാട്ട്, ഒരു നാടൻ പാട്ട്. അപ്പം പായസം എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കാൻ കുറെ സമയം എടുക്കും. അതിന്റെ സമയത്ത് നമുക്ക് ബോറടിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇവർ നമുക്ക് പാട്ട് പാടുന്നത്. അപ്പം നമുക്ക് പാചകത്തിലേക്ക് കടക്കാം. അപ്പം നമുക്ക് ഐശ്വര്യമായിട്ട് നമ്മുടെ അടുപ്പ് കത്തിച്ച് നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. ചേട്ടാ, അടുപ്പ് കത്തിക്കണം. തീപ്പെട്ടി എടുക്കൂ. ഇവിടെ ഭയങ്കര നിശബ്ദതയുള്ള പോലെ. അപ്പം നമുക്ക് ഇവരുടെ അടുത്ത് പാടാനും കൂടി പറഞ്ഞാലോ? ചേട്ടാ, അപ്പം നമുക്കൊരു പാട്ട്, ഒരു നാടൻ അടിപൊളി ഗാനം. എനിക്ക് സ്റ്റെപ്പ്. നമ്മളിത് എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഇതിനു വേണ്ടി? പരിപ്പ് വറുത്തെടുക്കും. ഓക്കെ, വെറുതെ പരിപ്പിട്ടാ മതി ഫസ്റ്റ്. ഓക്കെ, ഇത് എത്ര നേരം ഇങ്ങനെ ഇട്ട് ചുവപ്പ് വറുത്തെടുക്കും? ഇത് റെഡ് കളർ ആവുന്ന വരെ നമ്മൾ ഇതിങ്ങനെ വറുത്തോണ്ടിരിക്കണം. അത് എത്ര നേരം പിടിക്കും അതിന്? ഒരു 10 മിനിറ്റ്. എനിക്ക് ഇളക്കാൻ ഞാനൊരു എക്സ്പേർട്ടാണ് ഈ ഇളക്കുന്ന കാര്യത്തിൽ. ഓക്കെ, ഇതെന്താണ് ഈ സാധനം? എന്തൊക്കെയാണ് ഈ സാധനങ്ങളൊന്ന് പറഞ്ഞു. ഇതില് ഇപ്പോ ഫസ്റ്റ് നമുക്കിതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? രണ്ടാം പാല്. അത് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തെടുത്തത്, നെയ്യില് വറുത്തെടുത്തത്. അത് ഏലക്കായ പൊടിച്ചെടുത്തത്. ഏലക്കായ പൊടിച്ചെടുത്തത്. അതിനകത്ത് ഉണങ്ങലരി. എന്തരിയാ അത്? ഉണങ്ങലരി സാധാരണ പുഴുങ്ങിയെടുത്ത സാധാരണ അരിയല്ല. ഓക്കെ, ഇതിപ്പോ ചുവന്ന് വന്നിട്ടുണ്ട്, നിങ്ങക്ക് കാണാൻ പറ്റും. അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് ചേട്ടാ? ഇതല്ലേ രണ്ടാം പാല്? ഓക്കെ, അപ്പൊ നമ്മളിപ്പോ രണ്ടാം പാല് ചേട്ടൻ ഒഴിച്ചോളൂ. നമ്മളിപ്പോ രണ്ടാം പാലാണ് ഇപ്പം ഒഴിക്കുന്നത്. ഓക്കെ, പതുക്കെ ഒഴിക്കാൻ. നല്ല ഒച്ചയും പുകയൊക്കെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മള് 1/2 കിലോ ചെറുപയർ പരിപ്പും. ഇപ്പൊ അതിന്റെ ഉള്ളില് വേവ് വേണം. എന്താണ്? 1/2 കിലോ ചെറുപയർ പരിപ്പ് ഇപ്പൊ രണ്ടാം പാലില് വേവ് വേണം. ഓക്കെ, രണ്ടാം പാല് മുഴുവൻ ഒഴിച്ചു കഴിഞ്ഞു. നമ്മൾ എത്ര തേങ്ങയുടെ രണ്ടാം പാലാണിത്? 10 തേങ്ങയുടെ രണ്ടാം പാലാണ് നമ്മളിപ്പം 1/2 കിലോ ചെറുപയർ പരിപ്പില് ഇട്ട് നമ്മൾ ഒഴിച്ച് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്.
തീ കൂട്ടാണോ? അതെ, തീ കൂട്ടി വെച്ചിരിക്കുകയാണ്. രണ്ടാം പാല് തിളച്ച് വരുന്നവര് ഇളക്കണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. നല്ലപോലെ തിളച്ച് വന്നു കഴിഞ്ഞു. രണ്ടാം പാൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത് ചേട്ടാ? ഇനി അരിയാണ് ഇടുന്നത്. ഇത് വെറും ഒരു അരിയല്ല, ഇതൊരു സ്പെഷ്യൽ അരിയാണ്. ഇത് കണ്ടാൽ തന്നെ അറിയാം. ഇത് എന്ത് അരിയാ ചേട്ടാ? ഉണങ്ങൽ അരി എന്നാണ് പറയുന്നത്. ഇത് കണ്ട ഓൾറെഡി ഇത് കഴുകി വെച്ചിരിക്കുകയാണ്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം നമ്മളിത് ഇതിലേക്ക് ഇടുകയാണ്. ഇത് ഇത്രേ ഉള്ളൂ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1/2 കിലോ അരി ആൻഡ് 1/2 കിലോ പരിപ്പ്, ഇത് രണ്ടുമാണ് നമ്മളിപ്പോൾ ഇതിൽ ഇട്ടിരിക്കുന്നത്. രണ്ടാം പാലാണ് നമ്മളിപ്പോൾ ഇതിൽ തൽക്കാലത്തേക്ക് രണ്ടാം പാല് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. 10 തേങ്ങയുടെ രണ്ടാം പാല്. ഇനി നമ്മൾ ശർക്കര ഇടുകയാണെന്നാണ് പറയുന്നത് അദ്ദേഹം. ശർക്കര എത്രയായിരുന്നു? ശർക്കര നമ്മൾ 2 kg, 2 കിലോ ശർക്കര. 2 കിലോ ശർക്കര, അതിന്റെ പകുതി ആദ്യം നമ്മൾ ഇടുവാണ്. ഇനി അതൊക്കെ അലിഞ്ഞ് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആണ്. അതിനുവേണ്ടി നമ്മളിങ്ങനെ ഇട്ട് ഇളക്കും. ഇടയിൽ നമ്മളിങ്ങനെ നാടൻ പാട്ടിന് ഇങ്ങനെ ഡാൻസ് കളിക്കും. നമ്മളിങ്ങനെ നമ്മൾ പഠിച്ചു വന്നു കഴിഞ്ഞു. ഞാനിപ്പോൾ വളരെ നാടൻ ഗേളായി മാറിക്കഴിഞ്ഞു. നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട്. ഇത് തേങ്ങയുടെ സ്മെല്ലാണ് കിട്ടുന്നത്. ഓക്കെ, ആഹാ. ഇനി നമുക്ക് ഏലക്കായ പൊടിച്ചതിടാം. ഏലക്ക പൊടിച്ചതിടാം. ഓക്കെ, ഇത് ഒരു 20 ഗ്രാം. ഒരു 20 ഗ്രാം ഏലക്ക മതി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നെയും ഇളക്കുക. ഓക്കെ, ഈ പാട്ടിന് ചേർന്ന് ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അയ്യോ, നല്ലൊരു പുകയൊക്കെ വരുന്നുണ്ട്. തീ കുറയ്ക്കണോ ചേട്ടാ? അല്ല, അടിക്ക് പിടിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അരി വെന്തു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ അകത്തിട്ട് അരിയൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഫുൾ കളറൊക്കെ മാറിയിട്ടോ. ഇതിപ്പോ ഒരു ബ്രൗൺ കളറൊക്കെ ആയി. ഏലക്ക ഇങ്ങനെ ഒഴുകി നടപ്പുണ്ട്. ഒരു പായസത്തിന്റെ ലുക്കൊക്കെ വന്നു തുടങ്ങി. ഓക്കെ, ഒന്നാം പാല് ഇത് ലാസ്റ്റ് ടൈം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പായസത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ ഉണക്കലരി നമ്മളിപ്പോൾ ഇട്ടില്ലേ, അതാണ്. ഈ നമ്മൾ എല്ലാ തരം പായസം കേട്ടിട്ടുണ്ട്. ഇടിച്ചു പിഴിഞ്ഞ പായസം എന്ന് പറയുന്നത് ഒരു ഭയങ്കര സ്പെഷ്യൽ നാടൻ പായസമാണ്. അപ്പോൾ അതിൽ ഉണക്കലരിയാണ് മെയിനായിട്ട് നമ്മൾ വരുന്ന ഇൻഗ്രീഡിയൻറ്റ്. അപ്പം നമ്മൾ നല്ലപോലെ ഇത് തിളച്ചു കഴിഞ്ഞു, അരിയൊക്കെ വെന്ത് തുടങ്ങി. അപ്പം നമ്മൾ ഇനി എന്താ ചെയ്യുന്നത്? നമ്മൾ തമ്പാലെടുത്ത് ഒഴിക്കാം. ഒന്നാം പാല്. ഓക്കെ, നമ്മളങ്ങനെ ഒന്നാം പാൽ ഇസ് കമ്പാരിറ്റീവ്ലി ഭയങ്കര തിക്കാണ് കമ്പയർ ടു ദ രണ്ടാം പാൽ. ഓക്കെ, അപ്പം ഒന്നാം പാൽ പതുക്കെ ഒഴിക്കുകയാണ് നമ്മൾ. ഒഴിക്കുമ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നുണ്ടോ? ഓക്കെ, ഇളക്കിക്കൊണ്ടേ ഇരിക്കണം.
ഓക്കെ, പതുക്കെ നമ്മൾ ഒന്നാം പാല് പതുക്കെ ഒഴിക്കുകയാണ്. കണ്ടില്ലേ, ആ കളർ അങ്ങനെ മാറുകയാണ്. അപ്പം പായസത്തിൻ്റെ കളർ ലൈറ്ററായി വരുവാണ്. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അപ്പോഴേ അത് കറക്റ്റായിട്ട് മിക്സ് ആവുള്ളൂ. ആസ് യു ക്യാൻ സീ കളറൊക്കെ മാറി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി പരിപ്പും നമ്മുടെ ഇത് മുന്തിരിയും കശുവണ്ടി പരിപ്പും ഉണ്ട്. കാഷ്നട്ട് ആൻഡ് കിസ്മിസ്, ഇത് രണ്ടും നമ്മൾ ഫുള്ളായിട്ട് ഇടാം. ഹായ്, അങ്ങനെ നമ്മളിങ്ങനെ മൊത്തത്തിൽ അങ്ങോട്ട് ഇടുവാണ്. ഓക്കെ, എനിക്ക് കാഷ്നട്ട് ഓക്കെ. ഇത് നമ്മൾ ഈ നെയ്യിലാണ് നമ്മൾ ഇതൊക്കെ വറുത്തത്. ഈ നെയ്യിലാണ്. ഈ നെയ്യ് നമ്മൾ കുറച്ച് ഇതിലേക്ക് ഒഴിക്കണം. ഇത്രയും മതിയോ? മതി. ഓക്കെ, കുറച്ചേ ഒഴിക്കുന്നുള്ളൂ. അത് വറുത്ത് വെച്ച നെയ്യ് തന്നെയാണ്. ഓക്കെ, ഇനി പിന്നെയും നമ്മൾ ഇളക്കുകയാണ്. ചേട്ടാ ഒന്ന് കാണിച്ച്. ഇതേ നമ്മുടെ അരിയൊക്കെ വെന്തു, കണ്ടില്ലേ? അരിയൊക്കെ വെന്തു തുടങ്ങി. കാഷ്നട്ട് എല്ലാം ആയിട്ട് നല്ലപോലെ മിക്സായി. ഒന്നാം പാല് രണ്ടാം പാല് രണ്ടും ഒഴിച്ചു. സോ നമുക്കൊന്നും കൂടി ആലോചിക്കാം. ചേട്ടാ, ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തേ? ഒന്നും കൂടി ആദ്യം തൊട്ട് പറഞ്ഞേ. നമ്മൾ ആദ്യം പരിപ്പിട്ടു. ആദ്യം നമ്മൾ പരിപ്പ് വറുത്തെടുക്കുന്നു. വറുത്തെടുത്തത് അതിന് രണ്ടാം പാലിൽ വേവിക്കും. രണ്ടാം പാലിൽ വേവിച്ച് അത് പകുതി വേവാകുമ്പോൾ അരി ഓക്കെ, അരി ഇട്ടിട്ട് നമ്മൾ ശർക്കര പിന്നെ ശർക്കര കഴിഞ്ഞ് കഴിഞ്ഞാൽ പാല് ഒന്നാം പാല്, പിന്നെ നമ്മൾ ഏലക്ക ഇട്ടു, പിന്നെ അണ്ടിപ്പരിപ്പ്, പിന്നെ നമ്മുടെ നെയ്യിൽ വറുത്ത് അണ്ടിപ്പരിപ്പ്, പിന്നെ അതൊക്കെ. ഓക്കെ, ശരി. കഴിക്കാനായോ? ഓക്കെ, ടേസ്റ്റ് ചെയ്യാൻ സമയമായെന്നാണ് പറയുന്നത്. നിങ്ങൾ ആരും കൊതി വിടരുത്. അപ്പം നിങ്ങൾക്ക് കാണാമല്ലോ, ഞാനിങ്ങനെ കൊതി വിട്ടുകൊണ്ടിരിക്കുകയാണ്. പായസം റെഡിയായി കഴിഞ്ഞു. നമ്മളുടെ സുധീഷ് ചേട്ടൻ്റെ കൈപ്പുണ്യം എങ്ങനെയുണ്ടോ നമുക്കൊന്ന് നോക്കാം. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്തോട്ടെ ചേട്ടാ? ഓക്കെ, എന്താ ടേസ്റ്റ്! ഐ എം നോട്ട് കിഡിങ്, ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത്രയും ഉണ്ടാക്കിയില്ലെങ്കിലും കുറച്ചെങ്കിലും. ഓക്കെ, ആൻഡ് ഐ തിങ്ക് ഇതിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ ഓ എന്നുള്ള പാട്ടും പിന്നെ ഈ നാടൻ ഒരു സെറ്റിങ്ങും ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഐ തിങ്ക് ആഡിങ് ഓൺ ടു ദ ടേസ്റ്റ്. നൗ നമുക്ക് ആരാണ് ഈ പാട്ടിൻ്റെ മെയിൻ ആളെന്ന് നോക്കാം. ചേട്ടൻ്റെ പേരെന്താണെന്നൊന്ന് പറയൂ. ചേട്ടൻ്റെ പേരില്ലാന്ന് തോന്നുന്നു. ചേട്ടൻ്റെ പേരെന്താണ് ചേട്ടാ? ഹരിദാസ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വീട്ടിൽ ഒരു നാടൻ പാട്ട് കേൾക്കണം തോന്നുന്നു, ചേട്ടനെ വിളിച്ചാൽ മതി. ചേട്ടൻ തൃശ്ശൂരിൽ നിന്ന് നേരെ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾക്ക് നാടൻ പാട്ടുകളും പിന്നെ സുധീഷ് ചേട്ടനെ വിളിച്ചാൽ നാടൻ ഒരു പായസം ഉണ്ടാക്കി തരും. ഇതൊന്നും പറ്റില്ലെങ്കിൽ നിങ്ങളിത് എഴുതി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, പാടിക്കോളൂ.
എന്തായാലും നിങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് എൻജോയ് ചെയ്തു എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാട്ട് കൊണ്ടുവന്നു, പായസം കൊണ്ടുവന്നു. അടുത്ത എപ്പിസോഡ് ഇതിലേലും കിടിലമായിരിക്കും. സോ വെയിറ്റ് ആൻഡ് വാച്ച്. താങ്ക് യു. ബൈ.